സൺഡേ കരിയറിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സിംഗിൾ വിൻഡോ അഡ്മിഷൻ 4+1 അഡ്മിഷനാണ്. സെഷൻ കൈകാര്യം ചെയ്യുന്നത് സിജിയുടെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ആയിട്ടുള്ള അഷ്കർ സാറാണ്. അഷ്കർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അഷ്കർ സാർ. ഓക്കെ. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ നബീൽ? സ്ലൈഡ് കാണുന്നുണ്ട്. വോയിസ് ക്ലിയർ ആണ്. ഓക്കെ. സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ. ജസ്റ്റ് 1 minute. ഗുഡ് മോർണിംഗ്. സിജിയുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികളെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സിജിയുടെ ആഭിമുഖ്യത്തിലുള്ള സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം പ്രോഗ്രാമിലാണ് നാം ഇന്നുള്ളത്. സിജി എല്ലാ ഞായറാഴ്ചകളിലും ഈ രീതിയിലുള്ള പ്രോഗ്രാമുകൾ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ടോപ്പിക് +1 അഡ്മിഷൻ ഏകജാലക സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സിജി കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സ്ഥാപനം. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച്, മത്സര പരീക്ഷകളെ കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾക്ക്, തൊഴിലന്വേഷകർക്ക് വിവരം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് 4 പ്രൊജക്ടുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് കരിയർ മിഷൻ. നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ് കരിയർ മിഷന്റെ മുദ്രാവാക്യം. ഒരു കുട്ടി പോലും ഗൈഡൻസ് കിട്ടാതെ പോകാൻ പാടില്ല. ഈ ഒരു ഉദ്ദേശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത പരിപാടികൾ, ആക്ടിവിറ്റീസ് സിജി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി സിജി ഹെഡ്ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ഓഫീസിലും ഒക്കെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടക്കുന്ന ഫ്രീ ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് കരിയർ കൗൺസിലിംഗ് ആണ്. അതുപോലെയുള്ള മറ്റൊന്നാണ് ഈ രീതിയിലുള്ള വെബിനാറുകൾ, സൺഡേ കരിയർ ഓൺലൈൻ ഫോർ എക്സാമ്പിൾ. ദെൻ കരിയർ അറ്റ് ഗ്രാസ് റൂട്ട് എന്ന പേരിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചുമൊക്കെയുള്ള പരിപാടികൾ, വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നടത്താറുണ്ട്. സ്കൂൾ കണക്ട്, കോളേജ് കണക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് സിഡാറ്റ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷ. നമുക്കറിയാം, ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അഭിരുചി. ഈ അഭിരുചി തിരിച്ചറിയാൻ ഉള്ള സൈക്കോമെട്രി റൂൾസ് സിജി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മറ്റൊരു പ്രൊജക്ട്, സിഡാറ്റ്. ദെൻ ഇന്ന് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ സെഷനിൽ ഒന്നാമതായിട്ട് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി നമ്മളൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീം സെലക്ഷൻ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അത് എടുത്താൽ ഏതെല്ലാം മേഖലകളിലേക്ക് പോവാമെന്ന് വളരെ ചുരുക്കി പറയും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഇന്നത്തെ സെഷന്റെ മെയിൻ പർപ്പസ് +1 സബ്ജക്ട് കോമ്പിനേഷൻ, സയൻസ് ഏതെല്ലാം രീതിയിൽ, കൊമേഴ്സ് ഏതെല്ലാം രീതിയിൽ, ഹ്യൂമാനിറ്റീസ് ഏതെല്ലാം രീതിയിൽ എന്ന് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ ഏകജാലക അഡ്മിഷന്റെ പ്രൊസീജിയർ വിശദീകരിക്കുക എന്നുള്ളതാണ്. ദെൻ അവസാന Q&A സെഷൻ ഉണ്ട്. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും ഒക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ അവസാന സമയത്ത് അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദെൻ ഫസ്റ്റ് വൺ, എന്താണ് കരിയർ പ്ലാനിങ്? കരിയർ പ്ലാനിങ് നമുക്ക് നിർബന്ധമാണ്. കരിയർ പ്ലാനിങ് എന്ത് എന്ന് വളരെ മനോഹരമായിട്ട് ഈ ഡെഫിനിഷനിൽ കാണാൻ പറ്റും. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു മാച്ചിങ് പ്രോസസ്സാണ്.
എന്താണ് അതിന് മാച്ച് ചെയ്യേണ്ടത്? യുവർ കരിയർ ഗോൾ, നിങ്ങളുടെ കരിയർ ലക്ഷ്യവും ദെൻ കേപ്പബിലിറ്റീസ്, നിങ്ങളുടെ കഴിവും. താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, കഴിവും കൂടെ നോക്കിയിട്ട് നമ്മൾ കരിയർ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. താല്പര്യം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ ഏതെങ്കിലും ഒരു വിഷയത്തോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വിഷയത്തോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയാറ്. ആ രീതിയിലുള്ള ഒരു താല്പര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കരിയർ ഇൻട്രസ്റ്റ് ആണ്. ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ളതിൽ ഇഷ്ടം, ഏതെങ്കിലും ഒരു വിഷയം ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്നുള്ളതല്ല. അപ്പം ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി ഏതെങ്കിലും ഒരു ജോലി മേഖലയോട് താല്പര്യമൊന്നും ഒരുപക്ഷെ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അത്തരം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ആസ്വദിച്ച് ചെയ്യുന്ന ജോലി, വർക്ക് എന്ത് എന്ന് നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ഏതെല്ലാം കാര്യങ്ങളിലാണ് സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കൊരു കുട്ടിയുടെ താല്പര്യം തിരിച്ചറിയാൻ പറ്റുന്നതാണ്. താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, കഴിവ് നോക്കണം. പലപ്പോഴും കുട്ടികൾ താല്പര്യത്തിന്റെ വഴിയെ ഓടും, കഴിവ് നോക്കൂല. ഇത് വലിയ അപകടമാണ്. ഇതാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ഇൻബോൺ എബിലിറ്റി ടു ഡു സംതിങ്. ജന്മനാ ഉള്ള കഴിവ്. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പാടാൻ ഉഷാറാണ്, വരക്കാൻ ഉഷാറാന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പൊതുവെ സ്കൂളിൽ പോയി ഉണ്ടാക്കുന്നതായിരിക്കില്ല, ജന്മനാ ഉള്ള കഴിവ്. ഇങ്ങനെ ജന്മനാ ഉള്ള കഴിവിന്റെ മേഖല തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും ഒക്കെ തിരഞ്ഞെടുത്താലാണ് നമുക്ക് വിജയത്തിലെത്താൻ കഴിയുക. ആ അർത്ഥത്തിൽ താല്പര്യം നോക്കുക, ദെൻ കഴിവ് നോക്കുക. താല്പര്യമുണ്ട്, കഴിവില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതുപോലെ തന്നെ പ്രശ്നമാണ്, കഴിവുകളുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ഒരു ജോലി മേഖലയോട് താല്പര്യമില്ലെങ്കിൽ. അതുകൊണ്ട് ഇത് രണ്ടും എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അവിടെ വെച്ച് കരിയർ ഗോൾ സെറ്റ് ചെയ്യണം, കരിയർ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ വേറെയും നോക്കണം. പ്രധാനപ്പെട്ട ഒന്നാണ് എഫേർട്ട്. വർക്ക് ചെയ്യണം, പണിയെടുക്കണം. താല്പര്യമുണ്ട്, കഴിവുണ്ട്, അധ്വാനിച്ചിട്ടില്ലെങ്കിൽ നടക്കില്ല. പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ എല്ലാവരും സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, അതിന് സ്കോപ്പ് ഉണ്ടോ ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്നും ചോദിച്ചിട്ടാണ് വരുന്നത്. സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ്, സ്കോപ്പ് ഇല്ലാത്ത ഒരു കോഴ്സ് എന്നൊന്നുമില്ല. സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും ഏതെങ്കിലും ഒരു കോഴ്സിനോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അല്ല. എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പ് ഉള്ളതും, എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പ് ഇല്ലാത്തതും. എന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു മേഖലയിൽ ഉഷാറായാൽ സ്കോപ്പ് ഉണ്ട്, ഏതെങ്കിലും ഒരു മേഖലയിൽ ഉഷാറായിട്ടില്ലെങ്കിൽ സ്കോപ്പ് ഇല്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എപ്പോഴാണ് ഉഷാറാവുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഉഷാറാവുക നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന സമയത്താണ്. അപ്പം നിങ്ങൾക്ക് വീണ്ടും ചോദ്യം വരും, എപ്പോഴാണ് എഫേർട്ട് എടുക്കുക എന്നുള്ളത്. അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എഫേർട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടവും നിങ്ങൾക്ക് കഴിവുമുള്ള മേഖലയിൽ എത്തിയാലാണ്. സോ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, എഫേർട്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക, താല്പര്യം, കഴിവ്, അധ്വാനം, ഈ 3 സംഗതികൾ ഒത്തിണങ്ങി വന്നാൽ എല്ലാറ്റിനും സാധ്യത ഉണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്മാച്ചുകൾ വന്നാൽ സാധ്യതയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരിയർ പ്ലാൻ ചെയ്യണം, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലൊക്കെ കുട്ടികൾ പങ്കെടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. ജോലി, കരിയർ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യണം? കരിയർ പ്ലാനിങ്, കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. താഴെ പറയുന്ന 3-4 അക്ഷരങ്ങളിൽ നിന്നും ഇത് വളരെ ക്ലിയർ ആണ്. വുക്ക. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതയാണ് വോളൈറ്റിലിറ്റി. ഓക്കെ, അസ്ഥിരമാണ്. അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം നിറഞ്ഞതാണ്. കോംപ്ലക്സിറ്റി, വളരെ സങ്കീർണമാണ്. ആംബിഗ്വിറ്റി, വളരെ അവ്യക്തമാണ്. ഈ 4 അക്ഷരത്തിന്റെ ഫുൾ വേർഡ് നോക്കിയാൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്തുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. ഇതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കരിയർ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം. ഈ കുട്ടിയുടെ അടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റ്, ഡിഗ്രികളൊക്കെ ഉണ്ട്, പക്ഷെ ജോലി കൊടുക്കേണ്ട ആൾക്ക് ഇയാളുടെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ക്ലിയർ? ഈ ഗ്യാപ്പിനെയാണ് അക്കാദമിയ ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്ന് പറയാം. സ്കൂളിൽ കോളേജുകളിൽ പഠിക്കുന്നതൊന്ന്, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതൊന്ന്. ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്ലാനിങ്ങിന്റെ പ്രശ്നമുണ്ട്. സോ ഇൻഡസ്ട്രിയ അക്കാദമി ഗ്യാപ്പ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കരിയർ പ്ലാൻ ചെയ്യണം. വുക്ക വേൾഡ് ആയതുകൊണ്ട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ കരിയർ പ്ലാൻ ചെയ്യണം. ദെൻ ഇതുപോലെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പാഷനേറ്റ് ഏരിയയിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കരിയർ പ്ലാൻ ചെയ്യണം. ദെൻ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കരിയർ പ്ലാൻ ചെയ്താൽ. അല്ലെങ്കിൽ നമ്മൾ വഴി മാറി സഞ്ചരിച്ച് സമയവും അധ്വാനവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ നേരത്തെ നമുക്ക് പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. ഇപ്പൊ ഒരാൾ ഡോക്ടർ ആവാൻ തീരുമാനിച്ചു, നീറ്റിന് പ്രിപ്പയർ ചെയ്യണം. എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു, ജെയ്ക്കോ കീമിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ തീരുമാനിച്ചു, അക്കൗണ്ടൻസി ഒക്കെ നല്ല രീതിയിൽ പഠിക്കണം. വളരെ നേരത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ കരിയർ പ്ലാനിങ് സഹായിക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ജോലി കിട്ടി
ദെൻ ജോലിയിൽ ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ താല്പര്യവും കഴിവും ഒക്കെ അനുസരിച്ച് പോകണം ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ. ലേണിംഗ് വിൽ ബി പ്ലഷർ നോട്ട് എ പ്രഷർ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ലേണിംഗ് വിൽ ബി പ്ലഷർ. നമ്മൾ സയൻസ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിച്ചു. ഫിസിക്സ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രഷറും ഉണ്ടാവില്ല, സമ്മർദ്ദവും ഉണ്ടാവില്ല, പ്ലഷർ ആയിരിക്കും, സന്തോഷമായിരിക്കും. ഒരാൾ CA പോകാൻ ആഗ്രഹിച്ചു, ഓക്കെ, കൊമേഴ്സ് എടുത്തു, അക്കൗണ്ടൻസി പ്രോബ്ലം ചെയ്യാണ്, അയാൾക്ക് ഒരു പ്രഷറും ഉണ്ടാവില്ല, പ്ലഷർ, സന്തോഷമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മൾ കരിയർ പ്ലാൻ ചെയ്യണം. ദെൻ എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം? വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ്, സെക്കൻഡ് വൺ ആപ്റ്റിറ്റ്യൂഡ്, തേർഡ് വൺ എഫേർട്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. ജോലിയുടെ സ്വഭാവം എന്താണ്, ജോലിയുടെ ചുറ്റുപാട് എന്താണ്, സ്റ്റാറ്റസ് ഉണ്ടോ, ദെൻ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുക, ജോലിക്ക് പവർ ഉണ്ടോ, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ജോലിക്ക് വേണം, പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണ്, ഭാവിയിൽ സാധ്യതകളുണ്ടോ, ആണാണോ പെണ്ണാണോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, എത്തിക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓരോ ജോലിക്കും ഓരോ ഘടകങ്ങൾക്ക് പ്രാധാന്യം വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഓരോ ജോലിയും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോന്നും എന്തെന്ന് വിശദീകരിച്ച് പറയാൻ ഈ ഒരു സമയത്ത് സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കണം എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ പൊതുവായിട്ട് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പറയാണ്. കരിയർ പ്ലാനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ പറയാ, പലപ്പോഴും ട്രെയിനേഴ്സ് പോലും പറയാ, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണമെന്ന്. യാതൊരു സംശയമില്ല, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. കരിയർ ഗോളിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. പക്ഷേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തണം. അതിനാണ് സെൽഫ് അനാലിസിസ് എന്ന് പറയാം. നമ്മുടെ കഴിവുകൾ എന്തെല്ലാം, നമ്മുടെ കഴിവുകേടുകൾ എന്തെല്ലാം, നമുക്കുള്ള അവസരങ്ങൾ എന്തെല്ലാം, നമുക്കുള്ള ഭീഷണികൾ എന്തെല്ലാം എന്നൊക്കെ. ദെൻ നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ നടത്തണം. എന്താണ് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത്? ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ലാത്തൊരു മേഖലയിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടില്ല. പിന്നെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പഠിച്ചിട്ടല്ല കാര്യമല്ലാത്തത്, ആവശ്യമുള്ളത് പഠിക്കാത്തത് കൊണ്ടാണ് കാര്യമില്ലാതായി പോകുന്നത്. ദെൻ ഓൺലി ഗോൾ സെറ്റിംഗ്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഗോൾ സെറ്റ് ചെയ്യണം. ദെൻ ഫോളോ അപ്പ് നടത്തണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫോളോ അപ്പ്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പലപ്പോഴും ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നെ കേൾക്കുന്ന പല കുട്ടികളും ഒരു പക്ഷേ ഇപ്പോൾ ട്യൂഷൻ സെന്ററുകളിൽ ചേർന്നിട്ടുണ്ടാവും. സയൻസ് എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, മെഡിക്കൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീറ്റിന് വേണ്ടിയിട്ടോ, എഞ്ചിനീയറിംഗ് ടാർഗറ്റ് കൊണ്ട് ജെയ്ക്ക് വേണ്ടിയിട്ടോ, കീമിന് വേണ്ടിയിട്ടോ ഒക്കെ. പക്ഷേ ക്ലാസ്സുകൾ തുടങ്ങും +1, 1-2 മാസം കഴിയും, ദെൻ 1 വർഷം കഴിയും, ദെൻ 2 വർഷം കഴിയും. പക്ഷെ ഒരു ഫോളോ അപ്പ് നടത്താൻ വിട്ടുപോകും. അതുണ്ടാവാൻ പാടില്ല. +1 ക്ലാസ്സുകൾ തുടങ്ങി 1-2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്ത മെഡിക്കലിലേക്ക്, ഞാൻ ടാർഗറ്റ് ചെയ്ത എഞ്ചിനീയറിംഗിലേക്ക്, ഞാൻ ടാർഗറ്റ് ചെയ്ത CAക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഫോളോ അപ്പ് നടത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വളരെ വലിയ ഒരു ടോപ്പിക്കാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു നെറ്റ് ഷെൽ, ഒരു ചട്ടക്കൂട് മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സെഷനുകൾ സിജിയിൽ സംഘടിപ്പിച്ചതാണ്, ഇനിയും സംഘടിപ്പിക്കുന്നതുമാണ്. സ്ട്രീം സെലക്ഷൻ നമുക്കറിയാം, സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഇത് ഹയർ സെക്കൻഡറി ആവട്ടെ, BHSC ആവട്ടെ, ഓക്കെ, നമ്മളിവിടെ കാര്യമായിട്ട് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം സയൻസ് എടുത്താൽ എന്തെല്ലാമാണ് ഓപ്ഷൻസ്. നമുക്കറിയാം മെഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്, ദെൻ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ ഉണ്ട്, അഥവാ നമ്മൾ പാരാമെഡിക്കൽ എന്ന് പറയും. അതുപോലെ തന്നെ ബേസിക് സയൻസ് ഉണ്ട്. നിങ്ങൾ 10ൽ പഠിച്ച അല്ലെങ്കിൽ +1 +2 പഠിക്കാൻ പോകുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി പഠിച്ചു പോവാം. ഇവിടെ ഒരു കാര്യം പൊതുവായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സയൻസ് എടുക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് സയൻസ് എന്ന് ആലോചിക്കണം. കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് കൊമേഴ്സ് എന്ന് ആലോചിക്കണം. അതുപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എന്ന്. അല്ലാതെ ഫുൾ A+ കൊണ്ട് അത് സയൻസ്, എനിക്ക് ഫുൾ A+ ഇല്ല അതുകൊണ്ട് സയൻസ് വേണ്ട എന്നാവരുത്. ഓക്കെ, സയൻസിൽ ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് കൊമേഴ്സ് എടുക്കുക എന്ന് വിചാരിച്ചല്ല ഒരാൾ കൊമേഴ്സ് എടുക്കേണ്ടത്. കൊമേഴ്സ് എടുത്തിട്ട് എന്ത് എന്ന് വിചാരിച്ചിട്ടാണ് കൊമേഴ്സ് എടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ എളുപ്പമാണ്, വേഗം പാസ്സാവും എന്ന് വിചാരിച്ചിട്ടല്ല ഒരാൾ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ സയൻസ് കിട്ടുന്നില്ല, കൊമേഴ്സും കിട്ടുന്നില്ല, അതുകൊണ്ട് ഹ്യൂമാനിറ്റീസിന് പോവുക എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഒരാൾ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത്. ക്ലിയർ? എന്ന് വെച്ചാൽ 10 കഴിഞ്ഞ എന്നെ കേൾക്കുന്ന കുട്ടികൾ 10 കഴിഞ്ഞിട്ട് എന്ത് എന്ന് ആലോചിക്കുന്നതിന് മുന്നേ 12 കഴിഞ്ഞിട്ട് എന്ത് എന്ന് ആലോചിക്കണം. ഐ റിപ്പീറ്റ്,
10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ കേൾക്കുന്ന ഈ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ എന്ന് ആലോചിക്കുന്നതിന് മുന്നേ +2 കഴിഞ്ഞിട്ട് എന്ത് എന്ന് ആലോചിക്കണം. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരാൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഡോക്ടർ ആവാൻ പോകാൻ കഴിയില്ല. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ആവാൻ കഴിയുക. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡോക്ടർ ആവാൻ പോകണമെങ്കിൽ എന്ത് വേണം? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് വേണം. ഇനി ഒരാള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ +2 കഴിഞ്ഞിട്ടാണ് പോവുക, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നില്ല. +2 കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പോകുന്ന ഒരാൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ് എടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. സയൻസ് എടുത്താലും പോവാം, ഹ്യൂമാനിറ്റീസ് എടുത്താലും പോവാം CAക്ക് എന്ന് വിചാരിച്ച് ഒരാൾ സയൻസ് എടുക്കേണ്ട ആവശ്യമല്ല, ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? കൊമേഴ്സ് എടുത്താൽ അതിൻ്റെതായ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് CA ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾക്ക്. ഞാൻ പറയുന്നത് +2 ശേഷം എന്ത് എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 10th ശേഷം എന്ത് എന്ന് ആലോചിക്കണം. ഫുൾ A+ ഉണ്ട്, അതുകൊണ്ട് സയൻസ് എടുത്താൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് സയൻസ് എടുത്താൽ എല്ലായിടത്തേക്കും പോവാം, അതുകൊണ്ട് സയൻസ് എന്നതിനപ്പുറം സയൻസ് എടുത്തിട്ട് മെഡിക്കൽ വേണോ, എഞ്ചിനീയറിംഗ് വേണോ, അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ വേണോ, ബേസിക് സയൻസ് വേണോ, റിസർച്ച് വേണോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം നിങ്ങൾ സയൻസ് എടുക്കേണ്ടത്. ഓക്കെ, സയൻസ് എടുത്താൽ നമുക്കറിയാം മെഡിക്കൽ വിഭാഗമായിട്ട് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. MBBS, BDS, BHMS എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ BTech, BE, പോളിടെക്നിക് മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്ന പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ, ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ പൊതുവെ വരുന്ന ഡോക്ടർ അല്ലാത്ത ഒരുപാട് ജോലി സാധ്യതകൾ സയൻസ് പഠിച്ചു പോകുന്ന കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ സാധാ സയൻസ് പഠിച്ച് ടീച്ചിങ് മേഖലയിലേക്കോ റിസർച്ച് മേഖലയിലേക്കോ ഒക്കെ പോകാൻ പറ്റും. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ സെഷന്റെ പർപ്പസ് ഇതല്ല. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ് എന്നെ കേൾക്കുന്നത്. സയൻസ് എടുക്കാൻ വിചാരിച്ച ആൾക്കാർക്ക് ഈ മേഖലകളിലേക്കൊക്കെ പോവാമെന്ന ചെറിയ ഒരു പിക്ചർ തന്നു എന്ന് മാത്രം. ഇനി ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി, ഗുണങ്ങൾ, വ്യക്തിത്വം നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്യൂരിയോസിറ്റി ഉണ്ടാവണം, അനലിറ്റിക്കൽ ലോജിക്കൽ തിങ്കിങ് വേണം, അല്ലെ, പേഴ്സിസ്റ്റൻസ് വേണം, ക്രിയേറ്റിവിറ്റി വേണം, അഡാപ്റ്റബിലിറ്റി തുടങ്ങിയവ നമുക്കുണ്ടായിരിക്കണം. ദെൻ സയൻസ് അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് കൊമേഴ്സ്. ഏറ്റവും നല്ലത് സയൻസ് പിന്നെ കൊമേഴ്സ് എന്നല്ല. കൊമേഴ്സിന് അതിൻ്റെതായ സാധ്യത ഉണ്ട്, സയൻസിന് അതിൻ്റെതായ സാധ്യത ഉണ്ട്, ഹ്യൂമാനിറ്റീസിന് അതിൻ്റെതായ സാധ്യതകളുണ്ട്. ഓക്കെ, നമുക്കറിയാം മോഡേൺ എക്കോണമിയുടെ സ്കെൽറ്റൺ, അല്ലെ, ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ആണ്. അതുപോലെ തന്നെ ബാങ്കും ഇൻഷുറൻസും ഒക്കെ അതിന്റെ രക്തവും മാംസവുമാണ്. അപ്പൊ അർത്ഥത്തിൽ കൊമേഴ്സിന് സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് 2 ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും. കൊമേഴ്സ് പഠിച്ച് കൊമേഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ആണ്, മറ്റൊന്ന് മാനേജ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ഫൈനാൻസ് മേഖലയിലേക്ക് 2 രീതിയിൽ കുട്ടികൾക്ക് വരാൻ പറ്റും. ഒന്ന് ചാർട്ടേഡ് കോഴ്സുകളാണ്, കേട്ടിട്ടുണ്ടാവാൻ മതി. പ്രത്യേകിച്ച് കോളേജുകളൊന്നും ഉണ്ടാവില്ല, കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് പഠിക്കും. CA, ACCA, CMA എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ BCom. മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാൻ 2 വഴിയുണ്ട്. +2 കഴിഞ്ഞ് നേരിട്ട് MBAക്ക് പോകാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഡിഗ്രിക്ക് പോവാം, BComോ BBAയോ ഏത് ഡിഗ്രിയും ആവാം. ദെൻ MBA ചെയ്യുന്നതാണ് കൊമേഴ്സ്. ദെൻ ചാർട്ടേഡ് കോഴ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, എക്സാം ടഫാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ് എന്നൊക്കെ. ശരിയാണ്, എക്സാം നല്ല ടഫാണ്, പാസ് പെർസെൻറ്റേജ് നല്ല കുറവാണ്. പക്ഷെ ഇത് ആർക്കും കിട്ടാത്ത ഒന്നുമല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പൊതുവെ 10th അത്യാവശ്യം നല്ല ഗ്രേഡ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? സയൻസ് എടുക്കും. ദെൻ സയൻസ് എടുത്താൽ പിന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പോകും, അല്ലെ. മാർക്ക് കുറച്ച് കുറഞ്ഞു, ഗ്രേഡ് കുറച്ച് കുറഞ്ഞു, അയാൾ കൊമേഴ്സ് എടുത്തു, CAക്ക് പോയി, CA കിട്ടില്ല. CMAക്ക് പോയി, CMA കിട്ടുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ വലിയ സാധ്യതകൾ ഈ ചാർട്ടേഡ് കോഴ്സുകൾ മേഖലയിലേക്ക് ഉണ്ട്. പൊതുവെ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് നോക്കാറുണ്ട്, അല്ലെ. ഡോക്ടർക്ക് വലിയ സ്റ്റാറ്റസ് ആണെന്നൊക്കെ പറയും. അങ്ങനെ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലി, സ്റ്റാറ്റസ് ഇല്ലാത്തൊരു ജോലി എന്നൊന്നുമില്ല. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള കോഴ്സുകളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വലിയ അധികാരം ഉണ്ടാവും, സൈനിങ് അതോറിറ്റി പവർ ഉണ്ടാവും. ഓക്കെ, പാർലമെന്റിൽ നിയമം പാസ്സാക്കിയെടുത്ത കോഴ്സുകളാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സുകൾ. പാർലമെന്റിൽ നിയമം പാസ്സാക്കിയെടുത്ത കോഴ്സുകളാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സുകൾ. അത്ര വലിയ അധികാരവും പവറും ഒക്കെ അതുണ്ട്. അതാണ് ചാർട്ടേഡ് കോഴ്സുകളായ CA, അതുപോലെ തന്നെ CS, CMA തുടങ്ങിയ കോഴ്സുകളുടെ പ്രത്യേകത. ഇതുപോലെ തന്നെ വിദേശ കോഴ്സുകളും ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. ACCA ഇന്ത്യയിലെ CA പോലെ UK ബേസ്ഡ് ആണ്. CIMA ഇന്ത്യയിലെ CMA പോലെ UK ബേസ്ഡ് ആണ്. CPA ഇന്ത്യയിൽ CA ഉള്ളതുപോലെ UKയിൽ ACCA ഉള്ളതുപോലെ US ഉണ്ട്.
CMA US ഇന്ത്യയിൽ CMA ഉള്ളതുപോലെ UK CIMA ഉള്ളതുപോലെ US CMA US ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. BAA ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ്, സർട്ടിഫൈഡ് അക്കൗണ്ട് ടെക്നീഷ്യൻ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, സർട്ടിഫൈഡ് പർച്ചേസ് മാനേജർ, സർട്ടിഫൈഡ് വെൽത്ത് മാനേജർ, ദെൻ എൻറോൾഡ് ഏജന്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു മേഖലയാണ് മാനേജ്മെന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, +2 കഴിഞ്ഞിട്ട് പോവാം, ഡിഗ്രി കഴിഞ്ഞിട്ട് പോവാം. +2 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ IPM, ഡിഗ്രി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ MBA. ഇതാണ് കൊമേഴ്സിന്റെ മേഖല വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ. ദെൻ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ബാങ്കിങ്, കോർപ്പറേറ്റ് കമ്പനി, സ്റ്റാർട്ടപ്പ്, മൾട്ടിനാഷണൽ കമ്പനി, എക്സെട്ര എക്സെട്ര. ഓക്കെ, വളരെ വ്യത്യസ്തമായ ജോബ് പ്രൊഫൈൽസ് കൊമേഴ്സ് മേഖലയിലുണ്ട്. അക്കൗണ്ടന്റ് ആയിട്ട്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട്, ഓഡിറ്റർ ആയിട്ട്, ഫിനാൻസ് മാനേജർ ആയിട്ട്, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് അനലിറ്റിക്കൽ സ്കിൽ, ന്യൂമറിക്കൽ എബിലിറ്റി, ദെൻ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒക്കെ ഉണ്ടായിരിക്കണം. ദെൻ ഹ്യൂമാനിറ്റി, സോഷ്യൽ സയൻസ് മേഖലയുണ്ട്. സയൻസ് കിട്ടാത്ത ആള്, കൊമേഴ്സ് കിട്ടാത്ത ആള് പോവേണ്ട ഒന്നല്ല ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് മേഖലയിൽ ഒരുപാട് പഠന തൊഴിൽ സാധ്യതകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ മേഖലയിലേക്ക് വരണം. ജേർണലിസം, പത്രപ്രവർത്തന മേഖലയിലേക്ക് പോവാം. ലീഗൽ സ്റ്റഡീസ്, നിയമപഠന മേഖലയിലേക്ക് പോവാം. സൈക്കോളജി ഉണ്ട്, മറ്റുള്ളവരുടെ മനസ്സ് വായിച്ച് സാമൂഹിക മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. സോഷ്യൽ വർക്ക്, ലാംഗ്വേജ് സ്റ്റഡീസ്, ടീച്ചിങ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്കും കഴിവുകൾ ഉണ്ടാവണം. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ്, എംപതി, ക്രിയേറ്റിവിറ്റി, ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ സ്കില്ലുള്ളവർക്ക് ഈ മേഖലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൈൻ ചെയ്യാൻ പറ്റും. ഒരു സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, എൻട്രൻസ് എക്സാംസ്, കോമ്പറ്റീറ്റീവ് എക്സാംസ്, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ സൈറ്റിൽ കിട്ടും. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരിചയമില്ലാത്തൊരു സൈറ്റ് ആയിരിക്കും. ഇന്ന് തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യണം. ഓക്കെ, www.careerprayanam.education.kerala.gov.in. യൂണിസെഫിന്റെ സഹായത്തോടു കൂടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ, ഇത് നിങ്ങൾ 11ാം ക്ലാസ് മുതൽ കേൾക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ്. CG&AC. CG ആണ് പരിപാടി നടത്തുന്നത്. ആ CG എന്ന് പറഞ്ഞാൽ CIGI ആണ്, ഒരു പ്രൈവറ്റ് സംവിധാനമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് CG&AC ആണ്, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ. ഓക്കെ, ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കരിയർ ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇതും യൂണിസെഫും സഹകരിച്ചിട്ടുണ്ടാക്കിയ ഒരു പോർട്ടലാണ് ഓൺലി ഫോർ കരിയർ ഇൻഫർമേഷൻ. ഓക്കെ, ഒരുപാട് കോഴ്സുകൾ എന്നതിനപ്പുറം ഒരുപാട് ജോലികൾ അവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് 500 ജോലികൾ കാണാൻ പറ്റും. ആ 500 ജോലികൾ എന്താണ്, അവിടേക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക, എന്താണ് അതിന് വേണ്ട എലിജിബിലിറ്റി, ഏതെല്ലാം വഴികളിലൂടെ അവിടെ പോകാൻ പറ്റും, അവിടെ എത്തിയാൽ ഏതെല്ലാം മേഖലകളിലേക്ക് ഉയർന്നു പോകാൻ പറ്റും, ആരൊക്കെയാണ് ജോലി തരുന്നത്, അവിടെ വരേണ്ട ആൾക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തെല്ലാമാണ്, സ്ഥാപനങ്ങൾ ഏതാണ്, എൻട്രൻസ് എക്സാം ഏതാണ്, സ്കോളർഷിപ്പ് ഉണ്ടോ, കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വിസിറ്റ് സൈറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദെൻ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. പലപ്പോഴും കുട്ടികൾ സയൻസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ ഏത് സയൻസും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ ഏത് കൊമേഴ്സ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ ഏത് ഹ്യൂമാനിറ്റീസ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, സയൻസ് എടുക്കാൻ തീരുമാനിച്ചാൽ പണി കഴിയുന്നില്ല. 9 ടൈപ്പ് സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 10 ടൈപ്പ് സയൻസ് ഉണ്ട് ഹയർ സെക്കൻഡറിയിൽ. കൊമേഴ്സ് 4 ടൈപ്പ് ഉണ്ട്. ക്ലിയർ? ഹ്യൂമാനിറ്റീസ് 32 ടൈപ്പ് ഉണ്ട്. എല്ലാ ടൈപ്പും എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ പേപ്പർ എല്ലാവർക്കും ഇംഗ്ലീഷ് ആയിരിക്കും. ക്ലിയർ? രണ്ടാമത്തെ പേപ്പർ എല്ലാവർക്കും സയൻസ് ആയിരിക്കും. കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കും. 10ാം ക്ലാസ്സിൽ നിങ്ങൾ 10 പേപ്പർ പഠിച്ചു. +1 നിങ്ങൾ പഠിക്കുന്നത് 6 പേപ്പറാണ്. ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷ്, രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ്. ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷ് എല്ലാവർക്കും കോമൺ ആണ്. രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവർക്കും കോമൺ ആണ്. സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ പോകുന്ന സ്കൂൾ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് മലയാളം ആവാം, അറബിക് ആവാം, ഹിന്ദി ആവാം, ഉറുദു ആവാം. ഓക്കെ, വേറെയും ലാംഗ്വേജുകൾ ഉണ്ട്.
പിന്നെ 4 പേപ്പർ ഉണ്ടാവും. അതിന് സബ്ജക്റ്റ് എന്നാ പറയാ. ആദ്യം പറഞ്ഞ 2 ലാംഗ്വേജ് ആണ്, പിന്നെ പറഞ്ഞ 4 സബ്ജക്റ്റ് ആണ്. ആ 4 പല രീതിയിലുണ്ടാവും. പൊതുവെ എല്ലാ സ്കൂളും ഉണ്ടാവുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഒന്നാമത്തെ കോമ്പിനേഷനാണ്. ഇതിന് പൊതുവെ PCMB എന്നാ പറയാ. എന്താണ് PCMB? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഓക്കെ, ഈ കോഴ്സ് കോമ്പിനേഷന്റെ പ്രത്യേകത ബയോളജി ഉള്ളത് കൊണ്ട് മെഡിക്കലിലേക്ക് പോവാം, മാത്സ് ഉള്ളത് കൊണ്ട് എഞ്ചിനീയറിംഗിലേക്കും പോവാം. ഇനി ഒരാൾക്ക് മാത്സ് ഇഷ്ടമില്ല, മാത്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്. ബയോളജി ഇഷ്ടമില്ല, ബയോളജി ഇല്ലാത്ത സയൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ ഉള്ള സയൻസ് ഉണ്ട്. ഇങ്ങനെ 9 ടൈപ്പ് ഉണ്ട്. 10ാമതൊരു ടൈപ്പ് ഉണ്ട്, അത് പൊതുവെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാവുന്നില്ല, ടെക്നിക്കൽ സ്കൂളിലാണ് ഉള്ളത്. അത് ഞാനിവിടെ പറയുന്നില്ല. ഇലക്ട്രോണിക്സ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇവിടെ 9 പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇതില് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചില കുട്ടികളൊക്കെ മാത്സ് ഇഷ്ടമില്ല, പേടിയാണ് എന്ന് പറഞ്ഞ് മാത്സ് ഇല്ലാത്ത സയൻസ് എടുക്കാറുണ്ട്. പക്ഷെ അതിന് ചില പരിമിതികളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ മാത്സ് നല്ല കഴിവുള്ളവർക്കാണ് ഫിസിക്സിലും കൂടെ പെർഫോം ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ സ്പീഡും ആക്യുറസിയും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ആവശ്യമുണ്ട്. അവിടേക്കൊക്കെ പൊതുവെ നല്ല മാത്സ് കഴിവുള്ളവർക്കാണ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് മാത്സ് ഇല്ലാത്ത സയൻസ് എടുത്ത് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കോമ്പറ്റീറ്റീവ് എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതേസമയം ഒരാൾക്ക് മാത്സ് വലിയ ഇഷ്ടമല്ല, ഒരു അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ പാരാമെഡിക്കൽ കോഴ്സിലേക്കൊക്കെയാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ബയോളജി വേണം, അറിയാലോ അല്ലെ, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വേണം എന്നുള്ള അർത്ഥത്തിൽ മാത്സ് ഒഴിവാക്കി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലതാണ്. കൊമേഴ്സ്, ഓക്കെ, ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞു. 3, 4, 5, 6 4 സബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ മാത്തമാറ്റിക്സ് ഉള്ളതാവാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളതാവാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതാവാം, പൊളിറ്റിക്കൽ സയൻസ് ഉള്ളതാവാം. പൊതുവെ അധിക സ്കൂളുകളിൽ ഉണ്ടാവുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള സ്കൂളുകൾ വളരെ കുറവായിരിക്കും. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാത്തമാറ്റിക്സ് ഉള്ള കോമ്പിനേഷൻ എടുത്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ CA പോകാൻ ആഗ്രഹിക്കുകയാണ്, കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുത്താൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ CA എൻട്രൻസിലെ 4 പേപ്പറിൽ ഒരു പേപ്പർ മാത്സ് ആണ്. ക്ലിയർ അല്ലേ? +2 കഴിഞ്ഞ് CA പോകുന്ന സമയത്ത് CA എൻട്രൻസ് എക്സാം ഫൗണ്ടേഷൻ ഒന്നാമത്തെ സ്റ്റേജിൽ 4 പേപ്പറാണുള്ളത്. അതിൽ ഒരു പേപ്പർ മാത്സ് ആണ്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞു എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ +2 തലത്തിൽ മാത്സ് പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്കണോമിക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള വേറെയും ചില സ്ഥാപനങ്ങളുണ്ട്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു, മത്സര പരീക്ഷകളൊക്കെ എഴുതി ജോലിക്ക് ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് ജോലിക്ക്. എല്ലാ പരീക്ഷകളിലും എന്തുണ്ടാവും, അധികമായിട്ടും മാത്സ് ഉണ്ടാവും. ഓക്കെ, ഇനി കൊമേഴ്സുകാരാണ്, BCom കഴിഞ്ഞ് BBA കഴിഞ്ഞ് MBA പോകാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്, കാറ്റ്, മാറ്റ്, CMAT എന്നൊക്കെ പറഞ്ഞ്. അവിടെയൊക്കെ നിങ്ങളുടെ മാത്തമെറ്റിക്കൽ സ്കില്ല് ചെക്ക് ചെയ്യും. അപ്പൊ അർത്ഥത്തിൽ മാത്സ് പഠിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കുക, കൊമേഴ്സ് മാത്തമെറ്റിക്സിലെ മാത്തമെറ്റിക്സ് ബുക്കും സയൻസുകാരുടെ മാത്തമെറ്റിക്സ് ബുക്കും സെയിം ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ കേൾക്കുന്ന ചില കുട്ടികളൊക്കെ ഇപ്പം സയൻസ് എടുക്കാൻ തീരുമാനിക്കുകയും ഏതെങ്കിലും എൻട്രൻസ് അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ ചേർന്നിട്ട് 1, 2 ചാപ്റ്റർ ഒക്കെ മാത്തമെറ്റിക്സ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം. അതേ മാത്സ് ബുക്കാണ് കൊമേഴ്സുകാരും പഠിക്കേണ്ടത് എന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. ദെൻ ഹ്യൂമാനിറ്റീസ്. ഓക്കെ, 32 ടൈപ്പ് ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞു. 3, 4, 5, 6 4 സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, വളരെ വ്യത്യസ്തമായ സബ്ജക്ട് കോമ്പിനേഷൻസ് ഒക്കെ ഹ്യൂമാനിറ്റീസിലുള്ളത്. ജിയോഗ്രഫി പഠിക്കാം, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം, മ്യൂസിക് പഠിക്കാം, ജിയോളജി പഠിക്കാം, ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കാം. സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള ഹിസ്റ്ററിക്കും എക്കണോമിക്സിനും പുറമെ. ഓക്കെ, ഇതുപോലെ ഫിലോസഫി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മലയാളവും അറബിക്കും ഒക്കെ ഉണ്ട്. ഈ മലയാളം, അറബിക് എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുക്കുന്നവരുണ്ട്, അറബിക് എടുക്കുന്നവരുണ്ട്, ഉറുദു എടുക്കുന്നവരൊക്കെ ഉണ്ട്. അതിന് പുറമെ ശ്രദ്ധിക്കണേ, അതിന് പുറമെ ഹിസ്റ്ററി പോലെ, എക്കണോമിക്സ് പോലെ, അല്ലെങ്കിൽ ഫിസിക്സ് പോലെ, കെമിസ്ട്രി പോലെ ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറബിയോ മലയാളമോ കന്നഡയോ ഒക്കെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇപ്പൊ ലാംഗ്വേജ് നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ സ്ലൈഡിൽ കാണുന്ന ഒരു കോമ്പിനേഷൻ നോക്കുക, 31. അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു സബ്ജക്റ്റാ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മറ്റൊരു സബ്ജക്റ്റാ. ദെൻ ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ്, അതും ഇംഗ്ലീഷാണ്. എന്നപ്പം 6 പേപ്പറിൽ 3 പേപ്പറും എന്തായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത്തരം കോമ്പിനേഷൻ ഒന്നും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല.
ഒരു ജില്ലയിൽ ഒരു പക്ഷേ 1-2 സ്കൂളൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു ജില്ലയിൽ ഒരു സ്കൂൾ പോലും ഇല്ലാത്തതും ഉണ്ടാവും. ഞാൻ ഒരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം എന്നുള്ള അർത്ഥത്തിൽ ഈ എല്ലാ കോമ്പിനേഷൻസും ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ദെൻ ലാസ്റ്റ്, ഇന്നത്തെ പ്രോഗ്രാമിന്റെ മെയിൻ പർപ്പസ് ഇതാണ്. പക്ഷെ ഈ പർപ്പസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ വേഗത്തിലാണ് പറഞ്ഞത്. ദെൻ സെഷന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും കുട്ടികളുടെ അശ്രദ്ധ കാരണം വിചാരിച്ച കോഴ്സ് കിട്ടാത്ത അവസ്ഥ, വിചാരിച്ച സ്കൂൾ കിട്ടാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച റിസൾട്ട് വന്ന ഉടനെ ഞായറാഴ്ച രാവിലെ ഈ രീതിയിൽ ഒരു പ്രോഗ്രാം സിജി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകജാലകം സിംഗിൾ വിൻഡോ എന്നാണ് ഈ കോമൺ അഡ്മിഷൻ പ്രോസസ്സിന് +1 വേണ്ടിയിട്ട് പറയുന്നത്. പ്രവേശന യോഗ്യത അറിയാലോ അല്ലെ? SSLC, CBSE, ICSE, ടെക്നിക്കലൊക്കെ കഴിഞ്ഞവർക്ക് വരാം. മിനിമം D+ എല്ലാ വിഷയങ്ങളിലും നേടിയിരിക്കണം. ദെൻ CBSE കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 2 ടൈപ്പ് മാത്തമാറ്റിക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് ഉണ്ട്. ബേസിക് കഴിഞ്ഞ ആൾക്കാർക്ക് സയൻസ് മാത്സ് ഉള്ളത് എടുക്കാൻ കഴിയില്ല. ഓക്കെ, മാത്സ് സയൻസ് പഠിക്കേണ്ടവർക്ക് സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് തന്നെ വേണ്ടതുണ്ട്. ദെൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് കംപ്ലീറ്റ് ഓൺലൈനാണ്, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പഠിച്ച ഹൈസ്കൂളിലോ അല്ലെങ്കിൽ പഠിച്ച ഹൈസ്കൂളിനോ അനുബന്ധിച്ചുള്ള ഹയർ സെക്കൻഡറിയിലൊക്കെ പോയിട്ട് സഹായങ്ങളൊക്കെ തേടാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് HSCAP എന്ന സൈറ്റ് സന്ദർശിക്കുകയാണ് വേണ്ടത്. HSCAP, HSCAP. ഓക്കെ, അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അപേക്ഷാ സമർപ്പണവും അതിനുശേഷമുള്ള വിവരങ്ങൾ നോക്കലും, ട്രയല് പരിശോധിക്കലും, ഓപ്ഷനുകൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നോക്കലും, അലോട്ട്മെന്റ് കാണലും എല്ലാം ഈ ലോഗിൻ വഴിയാണ്. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിനിൽ അപ്ലൈ ഓൺലൈനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 10ാം തരം അതേഴ്സ് ഉള്ളവരുണ്ടാവും. അതേഴ്സ് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന SSLC അല്ലാത്തവർ, CBSE അല്ലാത്തവർ, അല്ലെങ്കിൽ ICSE അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ പുറത്ത്, രാജ്യത്തിന്റെ പുറത്തു നിന്നൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? തുല്യതാ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, മൈഗ്രേഷൻ, ഈ 3 സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ 40% ഭിന്നശേഷി ഉണ്ട് എന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ വിൻഡോ അപ്ലിക്കേഷൻ പ്രോസസ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ അപേക്ഷാ ഫോറത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അഡ്മിഷൻ കിട്ടൂല. അഥവാ അഡ്മിഷൻ ഏതെങ്കിലും കിട്ടിപ്പോയാൽ അത് ക്യാൻസൽ ചെയ്യും. ഒരു ജില്ലയിലേക്ക് ഒരു അപേക്ഷ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വ്യത്യസ്ത ജില്ലകളിലേക്ക് വ്യത്യസ്ത അപേക്ഷ കൊടുക്കാൻ പറ്റും. ചില സമയത്ത് ജില്ലാ അതിർത്തികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഉണ്ടാവും അല്ലെ? 2 ജില്ലകളിലും അവർക്ക് ഒരേ ദൂരമായിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഫോം ഓരോ ജില്ലക്കും വേണ്ടിയിട്ട് കൊടുക്കണം. ഫീസ് അപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കേണ്ടതില്ല, അഡ്മിഷൻ സമയത്താണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. അത് നിങ്ങൾ സ്കൂളുകളിൽ സമർപ്പിക്കേണ്ടതില്ല. ഇനി പല സീറ്റുകളുണ്ട്. ഓക്കെ, മാനേജ്മെന്റ് സീറ്റ്, കമ്മ്യൂണിറ്റി സീറ്റ്, അൺഎയ്ഡഡ് സ്കൂൾ, ഓക്കെ, ജനറൽ മെറിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ, അതുപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഗവൺമെന്റ് സീറ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ പൊതുവെ മെറിറ്റ് എന്ന് പറയാം, ജനറൽ മെറിറ്റ്. ഇതിന് പുറമെ നമുക്ക് എന്തുണ്ട്? മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി സീറ്റ് ഒക്കെ ഉണ്ട്. മാനേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളായിരിക്കും. ഓക്കെ, അവിടെ ഗവൺമെന്റ് അംഗീകരിച്ച സ്കൂളാണ്. ഓക്കെ, മാനേജ്മെന്റ് സ്കൂളാണ്. ആ മാനേജ്മെന്റിന് 20% സീറ്റ് ഉണ്ടാവും. അത് അവർ ഇഷ്ടമുള്ളതുപോലെ കൊടുക്കും. ദെൻ അവിടെ കമ്മ്യൂണിറ്റി സീറ്റും ഉണ്ടാവും. ഓക്കെ, ഹിന്ദു മാനേജ്മെന്റ് ആണെങ്കിൽ ഹിന്ദു കുട്ടികൾക്ക്, മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികൾക്ക്. ഈ മാനേജ്മെന്റ് സീറ്റ് ഈ കമ്മ്യൂണിറ്റി സീറ്റിനും സെപ്പറേറ്റ് ഫോം അതത് സ്കൂളുകളിൽ പോയിട്ട് കൊടുക്കണം. അതത് സ്കൂളിൽ കൊടുക്കുക എന്ന് പറയുന്നത് ചില സ്കൂൾ ചിലപ്പം ഓൺലൈനിലായിരിക്കാം, ഓഫ്ലൈനിലായിരിക്കാം. എനിവേ സെപ്പറേറ്റ് കൊടുക്കാൻ മറന്ന് പോകരുത്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി സീറ്റ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകജാലകം പോലെ തന്നെയാണ് എൻ്റെ അലോട്ട്മെന്റ്. അതിൽ ആ മാനേജ്മെന്റിന്, ആ സ്കൂളിന് ഒരു റോളും ഇല്ല. ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക, അപ്ലോഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആ സീറ്റ് എനിക്ക് കിട്ടണം എന്നൊരു കുട്ടി ആലോചിക്കരുത്, വിചാരിക്കാം, ആലോചിക്കാം. പക്ഷെ ഏകജാലക പ്രകാരമാണ് അത് കിട്ടുന്നത്. സെപ്പറേറ്റ്
ഫോം ഉണ്ടെങ്കിലും മാനേജ്മെന്റ് സീറ്റ് അങ്ങനെയല്ല. മാനേജ്മെന്റ് സീറ്റ് മാനേജ്മെന്റിന് ഇഷ്ടമുള്ളതുപോലെ ആർക്കും കൊടുക്കാം, കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഏകജാലകത്തിന്റെ അപേക്ഷ ഈ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റിനോ പരിഗണിക്കുന്നില്ല. സമുദായം തെളിയിക്കുന്നതിന് SSLC ബുക്ക് മതി. ഓക്കെ, ഇനി SSLC ബുക്കിൽ ഇല്ലാത്ത ഒരു സമുദായമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അതിനുള്ള സെപ്പറേറ്റ് കടലാസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാവും. ഗവൺമെന്റ് സ്കൂളുണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് ഉണ്ട്. അൺഎയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്, പക്ഷെ അതെന്തല്ല, എയ്ഡഡ് അല്ല, ഗവൺമെന്റ് പോലെയല്ല. അത്തരം സ്കൂളുകളിലേക്ക് സെപ്പറേറ്റ് ഫോം സ്കൂൾ അടിസ്ഥാനത്തിൽ കൊടുക്കണം. പിന്നെ മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഈ പട്ടികജാതി അതുപോലെ തന്നെ പട്ടികവർഗ സ്കൂളുകളുണ്ട്. ഓക്കെ, അവിടേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട്. ആ രീതിയിൽ സെപ്പറേറ്റ് കൊടുക്കണം. ഹെൽപ്പ് ഡെസ്കുകൾ ഹൈസ്കൂളിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒക്കെ ലഭ്യമാണ്. അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. തെറ്റായ വിവരങ്ങൾ നൽകി അഡ്മിഷൻ കിട്ടിയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ അലോട്ട്മെന്റ് റദ്ദാക്കുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെന്റ്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു, എല്ലാ പണികളും കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഗവൺമെന്റ് നിങ്ങൾക്കൊരു അവസരം തരും. അതാണ് ട്രയൽ അലോട്ട്മെന്റ്. അപേക്ഷയിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യ മെയിൻ അലോട്ട്മെന്റ് മുന്നെയാണ് ഇത് പ്രസിദ്ധീകരിക്കുക. ഇത് എന്തെങ്കിലും തെറ്റൊക്കെ തിരുത്താനുള്ള അവസാന അവസരമാണ്. ക്ലിയർ അല്ലേ? ട്രയൽ അലോട്ട്മെന്റ് എന്നാണ് അതിന് പറയാം. ഇനി അലോട്ട്മെന്റ്, ശരിയായ പ്രവേശനം കിട്ടുന്ന അലോട്ട്മെന്റ്. ഇത് 3 ഘട്ടമുണ്ട്. 1, 2, 3 ഘട്ടമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ്, പ്രധാനപ്പെട്ട അലോട്ട്മെന്റ്. ഓക്കെ, മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയ അവസാനിക്കുമ്പോൾ 1, 2, 3 അവസാനിക്കുന്നതോടുകൂടെ നിങ്ങൾ സ്ഥിര പ്രവേശനം നേടണം. ഒന്നാമത്തെ അലോട്ട്മെന്റ് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ താൽക്കാലികം ചേർന്നാൽ മതി. രണ്ടാമത്തെ അലോട്ട്മെന്റിലും ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ താൽക്കാലികം ചേർന്നാൽ മതി. പക്ഷെ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിര പ്രവേശനം നേടണം. ഓക്കെ, ദെൻ ഇനി 1ാം ഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 3 അലോട്ട്മെന്റും കഴിഞ്ഞു, നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയും. അതിനാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയാം. അതിനുവേണ്ടി നിങ്ങൾ ഓൾറെഡി കൊടുത്ത അപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? ഒന്ന് പുതുക്കണം. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സപ്ലിയിൽ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുത്ത ഫോം പുതുക്കണം. ഇത് പുതുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഏതെല്ലാം സ്കൂളുകളിൽ ഏതെല്ലാം കോഴ്സുകൾക്ക് ഒഴിവുണ്ട്, അതിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ആരെങ്കിലും പുതുക്കാൻ വിട്ടുപോയാൽ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളെ സപ്ലിയിലേക്ക് പരിഗണിക്കില്ല. ഓക്കെ, നേരത്തെ അപേക്ഷ നൽകാതിരുന്നവർക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർക്ക് മാത്രമല്ല, അപേക്ഷിക്കാത്തവർക്കും എന്ത് ചെയ്യാം? അപേക്ഷിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാള് അലോട്ട്മെന്റ് ഒക്കെ വന്നതിന് ശേഷമാണ് യോഗ്യത നേടി, എക്സാം എഴുതി, അവർക്ക് എന്ത് ചെയ്യാം? സപ്ലിയിലേക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടി, മുഖ്യ അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും കിട്ടിപ്പോയാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സപ്ലിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സ്ഥിരപ്രവേശനമുണ്ട്, ദെൻ താൽക്കാലിക പ്രവേശനമുണ്ട്. 1ാം ഓപ്ഷൻ പ്രകാരം ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരപ്രവേശനം നേടും, ഫീസ് അടച്ചിട്ട്. ഓക്കെ, ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവസരം ഉണ്ടാവില്ല. ഫീസ് അടച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താൽക്കാലികമായിട്ട് ചേരാം. അതാണ് താഴ്ന്ന ഓപ്ഷൻ. മുകളിലെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, താഴ്ന്ന ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്ക് പ്രതീക്ഷിച്ച് താൽക്കാലികമായിട്ട് ചേരാം. മുകളിലേക്ക് പിന്നീട് 2ലോ 3ലോ കിട്ടുന്നുണ്ടെങ്കിൽ ഫീസ് അടച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥിരപ്പെടുത്താം. അല്ലെങ്കിൽ 2ാമത്തെയും 3ാമത്തെയും അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് താൽക്കാലികമായി ചേരുക, ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, താഴ്ന്ന ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം സ്ഥിരപ്പെടുത്താനും കഴിയും. മുകളിലത്തത് വേണ്ട എന്ന് തോന്നുകയാണ്, ഇപ്പൊ കിട്ടി തന്നെ മതി, മുകളിലത്തത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഫീസ് അടച്ചിട്ട് സ്ഥിരപ്രവേശനം നേടാം. പക്ഷെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ ഓപ്ഷൻ എനിക്ക് വേണ്ട എന്ന് എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ മുകളിലേക്ക് കിട്ടിപ്പോയാൽ നിർബന്ധമായിട്ട് പോവേണ്ടത്. അതുകൊണ്ട് അപേക്ഷ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഓർഡർ മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1ാമത്തെ ഓപ്ഷൻ കിട്ടാതെ 2ഓ 3ഓ കിട്ടിപ്പോയി അതിൽ തന്നെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം? മുകളിൽ ഇത് വേണ്ട എന്ന് രേഖാമൂലം നിങ്ങൾ ചേരുന്ന സ്കൂൾ അറിയിക്കണം. അല്ലെങ്കിൽ ഉയർന്നത് പിന്നെ കിട്ടും, അതിലേക്ക് പോവേണ്ടി വരും. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ബോണസ് പോയിന്റ്. ചില കുട്ടികളൊക്കെ പറയും, അവൾക്ക് ഫുൾ A+, എനിക്ക് ഫുൾ A+, അവൾക്ക് സയൻസ് കിട്ടി, എനിക്ക് സയൻസ് കിട്ടിയില്ല. ക്ലിയർ? ദെൻ അവൾക്ക് 9 A+ സയൻസ് കിട്ടി, എനിക്ക് 10 A+ സയൻസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും. അതിനുള്ള കാരണം ഇനി പറയാൻ പോകുന്ന ബോണസ് പോയിന്റിനെ കുറിച്ച് ധാരണ ഇല്ലായിട്ടാണ്.
ഓക്കെ, കൃത്യനിർവഹണത്തിനിടെ മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്ക് 5 പോയിന്റ് ഉണ്ട്. ജവാന്മാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ എക്സ് ജവാന്മാരുടെ മക്കൾക്ക് 3 പോയിന്റ് ഉണ്ട്. NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് 2 പോയിന്റ് ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ശ്രദ്ധിക്കുക, രാഷ്ട്രപതി പുരസ്കാർ, രാജ്യ പുരസ്കാർ കിട്ടിയവർക്കാണ്. ദെൻ ലിറ്റിൽ കാറ്റിന്റെ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 1 മാർക്ക് ഉണ്ട്. നിങ്ങൾ പഠിച്ച സ്കൂളാണ് നിങ്ങൾ +1 ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച പഞ്ചായത്തിലാണ്, നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്, കോർപ്പറേഷനിലാണ് നിങ്ങളുടെ സ്കൂളെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ താലൂക്കിൽ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റിയിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് 2 പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ SSLC സിലബസിൽ പഠിച്ച ആൾക്കാർക്ക് 3 പോയിന്റ് ഉണ്ട്. ഒരു അപേക്ഷകന് മാക്സിമം 10 ബോണസ് പോയിന്റേ കിട്ടുള്ളൂ. അത് കൃത്യമായി ശ്രദ്ധിക്കണം, 10 പോയിന്റേ കിട്ടുള്ളൂ. ദെൻ സീറ്റ് സംവരണം ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. സംവരണം കിട്ടാൻ നിങ്ങളുടെ സമുദായം എന്ന് തെളിയിക്കുന്നതിന് രേഖ വേണം. ആ രേഖ SSLC ബുക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയിട്ടോ താലൂക്കിൽ പോയിട്ടോ രേഖ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം SSLCയിലുള്ള സമുദായമല്ല നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അതിനുള്ള കടലാസ് ഉണ്ടാക്കേണ്ടതാണ്. ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികൾക്ക് മെഡിക്കൽ ബോർഡിന്റെ 40% കുറയാത്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാരുണ്ടാവും, EWS എന്ന് പറയും. അവർക്ക് 10% റിസർവേഷൻ ഉണ്ട്. അതിനുമായി ബന്ധപ്പെട്ട ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഈ വില്ലേജ് ഓഫീസിൽ നിന്നും സംഘടിപ്പിച്ചിട്ട് കാണിക്കേണ്ടതാണ്. ഓക്കെ, ആദ്യ തവണ യോഗ്യതാ പരീക്ഷ പാസ്സാകാത്ത കുട്ടികൾക്ക് ഓരോ തവണക്കും ഒരു മൈനസ് പോയിന്റ് ഉണ്ടാവും. ഇനി ഒരു കുട്ടി ഈ വർഷം പരീക്ഷ എഴുതി തോറ്റു, ദെൻ എഴുതി പാസ്സായി, അവർക്ക് മൈനസ് പോയിന്റ് ഉണ്ടാവുന്നതല്ല. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ. ഇത് 2 ഘട്ടമായിട്ടാണ്. ഒന്ന്, നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ദെൻ സാധാ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത്തരം കുട്ടികൾ ശ്രദ്ധിക്കുക, സിംഗിൾ വിൻഡോ പ്രകാരം സാധാ രീതിയിലുള്ള അപേക്ഷ അവർ സാധാ രീതിയിൽ കൊടുക്കുകയും വേണേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സാധാരണ അപ്ലൈ ചെയ്യുക, അതിന് പുറമെ സ്പോർട്സ് കോട്ട വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യുക. സ്പോർട്സ് കോട്ട അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ഏകജാലക പ്രകാരം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ മെറിറ്റ് കോട്ട ഷെഡ്യൂളാണ് സ്പോർട്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഇതിന്റെ ഡേറ്റ് വന്നിട്ടില്ല. ഓക്കെ, അപേക്ഷാ സമർപ്പണം എന്ന് മുതൽ എന്ന് പൊതുവായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ, സപ്ലൈ എപ്പോഴാണ്, ഓക്കെ, ദെൻ സ്പോർട്സ് എപ്പോഴാണ്, അലോട്ട്മെന്റ് എപ്പോഴാണ്, കമ്മ്യൂണിറ്റി എപ്പോഴാണ്, ക്ലിയർ, മാനേജ്മെന്റ് എപ്പോഴാണ്, ഇത്തരം സംഗതികൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് പ്രോസ്പെക്ടസ് വന്നാലാണ് കിട്ടുക. അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരത്തെ നമ്മൾ പറഞ്ഞു, SC/ST വിഭാഗക്കാർക്കുള്ളത്. അവസാനിപ്പിക്കുകയാണ്. ഇതൊന്ന് മനസ്സിലെത്തി നിങ്ങൾ വായിക്കുക. ഇതാണ് ഇന്നത്തെ സെഷന്റെ പർപ്പസ്. ഫെയിലിംഗ് ടു പ്ലാൻ മീൻസ് പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കാര്യം പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു എന്നാ. നമ്മളാരും തന്നെ പരാജയപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്യാറില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടാറുണ്ട്. അത്തരം പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ് ഇനി. സാറേ, ആ, നമ്മൾ സിജിന്റെ ആഫ്റ്റർ 10th ഓഫ്ലൈൻ പ്രോഗ്രാമിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാന്. ഓക്കെ. വരുന്ന ചൊവ്വാഴ്ച അല്ലേ ആ പ്രോഗ്രാം? വരുന്ന ചൊവ്വാഴ്ച 19. എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. കോഴിക്കോട് സിജി ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേവായൂര് ചൊവ്വാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. ആഫ്റ്റർ 10th ദെൻ വാട്ട് നെക്സ്റ്റ്. ഞാൻ ഇന്ന് ഇവിടുത്തെ പ്രസന്റേഷനിൽ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സയൻസ് എടുത്താൽ, കൊമേഴ്സ് എടുത്താൽ, ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഒരു 5-8 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ സെഷന് ഈ വരുന്ന ചൊവ്വാഴ്ച സിജി ഹെഡ്ക്വാർട്ടേഴ്സിൽ രാവിലെ 9:30 ഉണ്ട്. സാധ്യമാവുന്ന കുട്ടികൾക്കൊക്കെ അവിടെ വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. സെമിനാറിന് ശേഷം നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇൻഡിവിജ്വൽ ആയിട്ട് കരിയർ കൗൺസിലേഴ്സിനെ കാണേണ്ടതുണ്ടെങ്കിൽ കാണാവുന്നതുമാണ്. അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഈ
ചാറ്റ് ബോക്സിലുണ്ട്. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാലുള്ള സൗകര്യം, ചോദ്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ചോദിക്കുന്ന ചോദ്യം എല്ലാവരും കേൾക്കുക, ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ആവാവുന്നതാണ്. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ അൺമ്യൂട്ട് ചെയ്ത് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവർ ടു ഓൾ. മിസ്ബാഹുൽ ഹക്ക് ചോദിക്കുന്നുണ്ടോ? മ്യൂട്ടായിട്ടാണുള്ളത്. സാറേ ഈ മുസ്ലിം കോട്ടയുടെ എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഫോം കൊടുക്കണം. അത് എത്ര സ്ഥാപനം ഉണ്ടോ ഓരോ സ്ഥാപനത്തിലേക്കും അവിടെ പോയിട്ട് ഫോം വാങ്ങിയിട്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ തന്നെ കൊടുക്കണം. ചില സ്ഥാപനങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് നടത്തുക. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിന്റെ സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. പിന്നെ സാധാ രീതിയിൽ അവരുടെ അലോട്ട്മെന്റ് ഉണ്ടാവും. സാധാരണ ഉണ്ടാവാറ് സെക്കൻഡ് അലോട്ട്മെന്റ് പൊതുവായിട്ടുള്ളതുണ്ടല്ലോ ഏകജാലകത്തിൽ, അതിന്റെ കൂടെ തന്നെ തീരുമാനം എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവുക. അത് മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, ഏതുമാവാം. ഹലോ, യെസ്. സാറിന്റെ ഈ പിന്നെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ടോ സാറേ? നിങ്ങൾ CG&AC എന്ന യൂട്യൂബ് നോക്കാം. അതുപോലെ തന്നെ സിജിയുടെ യൂട്യൂബ് നോക്കാം. ആ, ഗവൺമെന്റേതാണ് CG&AC. നിങ്ങൾക്ക് CG&AC ഹയർ ആ. സെക്കൻഡറി എന്നോ മറ്റോ യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും ഒക്കെ പരിചയപ്പെടുത്തുന്ന സെഷനുകൾ കാണാൻ പറ്റും. അതുപോലെ അത് തന്നെ PDF ഇല്ല, യൂട്യൂബിൽ വീഡിയോ ആണല്ലോ. ഓക്കെ ഓക്കെ. ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ സാർ അതിന്റെ പിന്നീടുള്ള തൊഴിൽ സാധ്യതകൾ എന്താണ് സാറേ? സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? അതെ, കമ്പ്യൂട്ടർ സയൻസ്. അതായത് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാറ്റിനും പോകാൻ പറ്റും. ഈ മാത്സ് ഉള്ള സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ. ഇനി കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ IT അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് ബിടെക് ലെവലിൽ പോവാം. ഇനി ഒരു ബിടെക് അല്ലാതെയുള്ള കോഴ്സുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും കോഴ്സുകൾ? അത് രണ്ടാമത്തെ ഒരു വഴി എന്താന്ന് വെച്ചാൽ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് ആ രീതിയിലേക്ക് പോകാൻ പറ്റും. മൂന്നാമത്തെ ഒരു വഴി BCA ദെൻ MCA ആ രീതിയിൽ കമ്പ്യൂട്ടർ മേഖലയിലേക്ക് പോകാൻ പറ്റും. ഇനി പോളിടെക്നിക്കുകളിലും നമുക്ക് കമ്പ്യൂട്ടർ സാധ്യമാണ്. എങ്ങനെ പോളിടെക്നിക്കിലേക്ക് പോവാം 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ട്. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോളിടെക്നിക്കിന്റെ 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ലാറ്റർ എൻട്രി ടെസ്റ്റ് എന്ന പ്രൊവിഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തെ പോളിടെക്നിക്ക് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. IT സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഡിഗ്രിക്ക് ശേഷം ഒരുപാട് സ്പെഷ്യലൈസ്ഡ് മേഖലയിലേക്കൊക്കെ പോകാൻ പറ്റും. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ഡാറ്റാ സയൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ്, അങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോവാനും പറ്റും. അത് മറ്റേ ഈ പ്രൈവറ്റ് ആയിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് സെക്ഷൻ അല്ലാണ്ട് ഉണ്ടോ? ഈ +2 പ്രൈവറ്റിലാണ് കൂടുതൽ. ഈ ഡാറ്റ അനാലിസിസ് അതേപോലെ തന്നെ അതൊക്കെ അല്ലേ? IT റോബോട്ടിക്സ് ഒക്കെ അല്ലേ? ഒരുപാട് കോസ്റ്റ്, പൈസ ചെലവുള്ള കോഴ്സാണ് അതൊക്കെ, റോബോട്ടിക്സ് ഒക്കെ. ഫീസ് കുറച്ച് അധികം വരും. പ്രത്യേകിച്ച് ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരിക്കും പൊതുവെ ഉണ്ടാവുക. നമ്മൾ ഈ കൺവെൻഷണൽ ആയിട്ട് കണ്ട് പരിചയമുള്ള ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലൊന്നും ഈ രീതിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അങ്ങനെ ഉണ്ടായിരിക്കണം എന്നില്ല. BSc, MSc അല്ലെങ്കിൽ BCA, MCA ലെവലില് ആ രീതിയിലുള്ള ഈ സ്പെഷ്യലൈസേഷനുകളൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അവിടേക്കാണ് ഉണ്ടാവുക. അതപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാലും ഏകദേശം എത്ര വരും കോസ്റ്റ്? ഡിപ്പെൻസ്. സാറേ, ഈ കമ്പ്യൂട്ടർ കോമേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? അതായത് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ 4 കോമ്പിനേഷൻ ആണെങ്കിലും ഏത് സ്ട്രീം ആണെങ്കിലും
ഒരു കുട്ടി കൊമേഴ്സ് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അവിടേക്കൊക്കെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഇല്ല. ഇപ്പൊ നമ്മൾ കൊമേഴ്സ് മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ CA, CS, CMA, ACCA, CIMA, CMA ഇന്ത്യ, CMA US, CPA, ദെൻ BCom, BBA, ദെൻ IPM, എല്ലാ മേഖലയിലേക്കും കൊമേഴ്സ് ഈ പറയുന്ന 4 കോമ്പിനേഷൻ എടുത്താലും പോകാൻ പറ്റും. അതുകൊണ്ട് കൊമേഴ്സ് ഏത് എന്നതിന് എന്തില്ല വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മാത്സ് എടുത്താൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഒരാൾക്ക് കമ്പ്യൂട്ടർ നല്ല താല്പര്യമാണ്, അല്ലെങ്കിൽ മാത്സ് വലിയ ഇഷ്ടമൊന്നുമില്ല, അത്തരം ഒരാൾക്ക് കമ്പ്യൂട്ടർ എടുക്കുന്നു. ഇനി നേരത്തെ മുന്നേ ചോദിച്ച ഒരു ചോദ്യമല്ലേ IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഒരാൾക്ക് കമ്പ്യൂട്ടർ നല്ല ഇഷ്ടമാണ്, +2 സയൻസ് എടുത്ത് BTech ലെവലിൽ പോകാനും കോൺഫിഡൻസ് ഇല്ലാന്ന് വിചാരിക്കുക. അത്തരം ആൾക്കാർക്കൊക്കെ കൊമേഴ്സ് കമ്പ്യൂട്ടർ എടുത്തിട്ട് ഈ പറയുന്ന BCA, MCA ആ ലെവലിലേക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ IT മേഖലയിലേക്കൊക്കെ വരാൻ പറ്റും. കൊമേഴ്സ് എടുത്ത് IT ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ. ഇനി കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഒരാൾ കൊമേഴ്സ് എടുത്തു, അയാൾ നേരത്തെ പറയുന്ന പോലെ കൊമേഴ്സിന്റെ മുഴുവൻ മേഖലയിലേക്കും പോവുകയും ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ. സാർ ഈ ACCA എക്സാം കഴിയുമ്പോ ഉണ്ടല്ലോ, ഹലോ, കേൾക്കണ്ട. ഈ ACCA എക്സാം കഴിയുമ്പോ ACCA അഫിലിയന്റ് അല്ലേ ആവുള്ളൂ? അത് കഴിയുമ്പോ തന്നെ വേണ്ടേ? ACC എക്സാം കഴിയുമ്പോൾ ACCA അഫിലിയന്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതല്ലേ ആവുള്ളൂ മൊത്തം. അപ്പൊ അത് കഴിയുമ്പോ തന്നെ വേണ്ടേ? അത് കഴിയുമ്പോ എന്താണ് ചെയ്യേണ്ടത്? അതായത് അതിൽ മെമ്പർഷിപ്പിന് ഓരോരോ സ്റ്റേജുകൾ ഉണ്ടാവും. നമ്മൾ 13 പേപ്പർ ക്ലിയർ ചെയ്താൽ ACCA കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾക്ക് മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഒക്കെ കഴിയുന്നതിന് ശേഷമാണ് നമ്മൾക്ക് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള അഫിലിയേറ്റ് ആവുന്നതും മെമ്പർ ആവുന്നതും ഒക്കെ. അപ്പൊ അത് നമ്മൾ ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ട്രെയിനിങ് ഒക്കെ കഴിയുന്ന സമയത്തുള്ള ഓരോ ചെറിയ ചെറിയ സ്റ്റേജുകളാണ്. +2 കഴിയുന്നു, നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ഫുൾ ടൈം ACCAക്ക് പോകുന്നു, 13 പേപ്പർ ക്ലിയർ ചെയ്യുന്നു. പോകുന്ന സമയത്ത് ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക, BCom ഫോർ എക്സാമ്പിൾ. കാരണം എന്താന്ന് വെച്ചാൽ ഇൻ കേസ് 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ACCA കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ യോഗ്യത +2 തന്നെ ആയിട്ട് കുറഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, BCom പ്രൈവറ്റ് ആയിട്ട് എഴുതുകയും ചെയ്യുക. ദെൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഒക്കെ ക്ലിയർ ചെയ്ത് ഈ പറയുന്ന മെമ്പർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. ഓക്കെ. ഹായ് സർ. യെസ് സാറ് നമ്മൾ ഈ ബോണസ് പോയിന്റിന് കൊടുക്കുമ്പോൾ ഒരാൾക്ക് തന്നെ പല ഇതിൽ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ആർട്സും സ്പോർട്സും ഒന്നിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓ രണ്ടിലും ഉള്ളത് കൺസിഡർ ചെയ്യില്ലേ? ഒന്ന് മാത്രമല്ലല്ലോ. അല്ലല്ല, അതായത് ആ 2 രീതിയിലാണ്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പോർട്സ് കൗൺസിലിൽ അപേക്ഷ കൊടുത്ത് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അതേസമയം നമ്മൾ സാധാരണ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ സിംഗിൾ വിൻഡോയിൽ, അതിൽ അവർ പാർട്ടിസിപ്പേഷന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയും അത് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതൊക്കെ അവിടെ ചെയ്യാം. അവിടെ ചോദിക്കുന്ന നമ്പറാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ എത്ര എണ്ണം, ജില്ലാ പാർട്ടിസിപ്പേഷൻ എത്ര എണ്ണം, അത് കലോത്സവം ഉണ്ട്, സ്പോർട്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നോ പ്രോബ്ലം. ഓക്കെ സർ. സാറേ അലോട്ട്മെന്റിന്റെ ടൈമില് ഇത് കാണാം TC. എങ്ങനെ? അലോട്ട്മെന്റിന്റെ ടൈമില് TCയുടെ ആവശ്യമുണ്ടോ? അലോട്ട്മെന്റിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ വാങ്ങുന്നതല്ല നിങ്ങൾ ചോദിക്കുന്നത്. അത് TC ആവശ്യമുണ്ട്. ആ സമയത്തേക്ക് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് TC കിട്ടും. അഡ്മിഷൻ സമയത്ത് TC നിർബന്ധമാണ്. അതിന് സമയമുണ്ട്, കിട്ടും സ്കൂളിൽ നിന്ന്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണ്ടതില്ല, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ടതില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്ന ആ ഒരു കോപ്പി മാത്രം മതി അപ്ലൈ ചെയ്യാൻ. കാരണം അതിൽ രജിസ്റ്റർ നമ്പറാണ് ചോദിക്കുക, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാർക്കാണ് വേണ്ടത്. അത് ഓൾറെഡി സിംഗിൾ വിൻഡോ പ്രകാരം മാർക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരും. നമ്മൾ പ്രത്യേകിച്ച് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സാറേ, യെസ്. ഇപ്പൊ SSLC കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് പോളിടെക്നിക്കിലേക്ക് പോകാലോ അല്ലെ? യെസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് BTechലേക്ക് പോകാം. അങ്ങനെ ആ Yes. സമയത്ത് നമുക്ക് +2 സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, അത് ഈക്വൽ ആയിട്ട് ഈ ഡിപ്ലോമ മതിയോ? ഇല്ല, +2 ഈക്വൽ ആയിട്ട് ഡിപ്ലോമ പോരാ. പക്ഷെ നിങ്ങൾക്ക് അവിടെ പോളിടെക്നിക് ഉള്ള ഒരാൾക്ക് BTechലേക്ക് വരാം.
എന്നാ പിന്നെ ബിടെക് ചെയ്യുന്നതിനെ അത് ബാധിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് ആരെങ്കിലും 10+2 വേണമെന്ന് പറയുകയാണെങ്കിൽ അതില്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടാവും അല്ലേ? ഉം. അതിനെ കവർ ചെയ്യത്തില്ല, എങ്ങനെ? ഡിപ്ലോമ അതിനെ കവർ ചെയ്യത്തില്ല. ഇല്ല. അപ്പൊ നമ്മളിപ്പോ 10th കഴിഞ്ഞ് പോളിടെക്നിക്കിലേക്ക് 3 വർഷം പോയി, അത് കഴിഞ്ഞിട്ട് നമ്മള് ബിടെക്കിലേക്ക് ജമ്പ് ചെയ്യാണ്. ആ അപ്പൊ അവിടെ എത്ര വർഷം പഠിക്കുന്നത്? അവിടെ 3 വർഷം. അപ്പൊ 3 6 വർഷം അല്ലേ? ആ അതായത് അതിനെന്തെങ്കിലും അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. ഞാൻ ഒന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഹയർ സെക്കൻഡറി. ഇതേപോലെ തന്നെ ഒന്നുണ്ട് VHSC. ഇതേപോലെ തന്നെയാണ് പോളിടെക്നിക്കിന് പോവാം 3 വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ്. അതുപോലെ ITIക്ക് പോവാം 2 വർഷത്തെ ITI. ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ വേറെയുണ്ട്. പക്ഷെ നമുക്കറിയാലോ, ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നത് 10ലല്ല, 12ലാണ്. പണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിരുന്നത് 10ലായിരുന്നു. ഇന്നത്തെ +2 അന്നത്തെ പ്രീ ഡിഗ്രി കോളേജിലായിരുന്നല്ലോ. പക്ഷെ ഈ പോളിടെക്നിക് ITI തുടങ്ങിയ പല കോഴ്സുകളുടെയും എലിജിബിലിറ്റി ഇപ്പോഴും 10ാം ക്ലാസ് തന്നെയാണ്. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം 12ൽ കഴിയുന്നത് കൊണ്ട് 12 കഴിഞ്ഞ് പോകുന്നതാണ് പൊതുവെ നല്ലത്. നല്ലത്. അപ്പൊ ഭാവിയില് ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാം അല്ലേ? എങ്ങനെ? ഈ +1 +2 പോയിട്ടില്ലെങ്കിൽ ഭാവിയില് അതിന് ക്വസ്റ്റ്യൻ മാർക്ക്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നതൊക്കെ ഉണ്ടാവും സാങ്കേതികമായിട്ട്. 10+2+3 എന്നാ പൊതുവെ പറയല്. 10 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്, +2 എന്ന് പറഞ്ഞാൽ +2, +3 എന്ന് പറഞ്ഞാൽ ഡിഗ്രി. അങ്ങനെയൊക്കെ ചോദിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല. +2 കഴിഞ്ഞിട്ട് പൊളിറ്റിക്കലേക്ക് പോവുകയാണെന്ന് +2 കഴിഞ്ഞ് സയൻസ് കഴിഞ്ഞ കുട്ടി ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. മാർക്ക് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ അവിടുത്തെ 1ാം വർഷത്തെ പേപ്പറുകൾ എഴുതിയെടുക്കുകയൊക്കെ വേണം. ഒരു വർഷം ലാഭിക്കാം. പക്ഷെ പേപ്പർ എഴുതിയെടുക്കണം അല്ലേ? അത് വേണം. ബിടെക്കിലേക്ക് പോകുമ്പോഴും നമ്മൾ ഈ ബിടെക്കിൽ പിന്നെ ടെസ്റ്റ് തന്നെയാണ്, കിട്ടാൻ ടെസ്റ്റ് തന്നെ നടത്തുന്നുണ്ട്. ഇയർ ലാഭിക്കാന്നുള്ളൂ, പക്ഷെ പേപ്പർ എഴുതിയെടുക്കണം. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും. കാരണം പോളിടെക്നിക് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സാധനമാണ്. അത് 3 കൊല്ലം പഠിച്ച ഒരാൾ വീണ്ടും 3 കൊല്ലം ഒരു ബിടെക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ +2 കഴിഞ്ഞാണ് പോകുന്നതെങ്കിൽ ഒരുപാട് സമയം എടുക്കും. +2 2 വർഷം, പോളിടെക്നിക് 2 വർഷവും, ഓക്കെ 4ആയി. പിന്നെ ബിടെക് 3, 7 വർഷമാവും. ഇനി +2 ഇല്ലാതെ പോവുകയാണെങ്കിൽ പോളി 3 വർഷം, ദെൻ വീണ്ടും ബിടെക് 6 വർഷം എടുക്കുന്നുണ്ട്. ചില ആൾക്കാര് 10ാം ക്ലാസ് ആണല്ലോ യോഗ്യത, എനിക്ക് 12 ഉണ്ടല്ലോ, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ പോളിടെക്നിക്കിന് പോകുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രയാസപ്പെടുന്നത് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു +1 +2 ലെവലിലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പൊതുവെ പോളിടെക്നിക്കുകളിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? സയൻസ് എടുത്ത ഒരാള് പോകുമ്പോൾ അവർക്ക് നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ആൾക്കാരൊക്കെ പറയും ബിടെക്കാരനെ വെറുതെ കാണുന്നത് പോളിടെക്നിക്കിന് പോവാണെന്നൊക്കെ ചോദിക്കും. ബിടെക്കിന് ഒരു കുഴപ്പമില്ല, പോയ ആൾക്കാണ് കുഴപ്പം. മാത്തമാറ്റിക്കൽ സ്കിൽ ഇല്ലാത്ത ഒരാൾ ബിടെക്കിന് പോയാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് പോളിടെക്നിക് ITI ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് സാധ്യതകൾ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും ഒക്കെ ഉണ്ട്. കാരണം ടെക്നീഷ്യൻസിനെ എല്ലായിടത്തും വേണം. എന്ത് AI വന്നാലും, ഒരു റോബോട്ടിക്സ് വന്നാലും ആ റോബോട്ടിനെ നന്നാക്കണമെങ്കിൽ, ക്ലിയർ അല്ലേ, ആര് വേണം? ടെക്നീഷ്യൻസ് വേണം. അപ്പൊ അർത്ഥത്തിൽ ഗവൺമെന്റ് ഓപ്പണിങ്സും പ്രൈവറ്റ് ഓപ്പണിങ്സും ഒരുപാടുണ്ട് പോളിടെക്നിക് ITI കഴിഞ്ഞ ആൾക്കാർക്ക്. അപ്പം എഞ്ചിനീയറിംഗിനോട് താല്പര്യമുണ്ട്, ടെക്നിക്കൽ സ്കില്ലുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ ഒരു +2 2 വർഷം ഫിസിക്സും കെമിസ്ട്രിയും റെക്കോർഡും പ്രാക്ടിക്കലും കോച്ചിങ്ങും ഒക്കെ ആയി പോകാൻ മാത്രം ആവില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ പറയുന്ന പോളിടെക്നിക്കും ITI ഒക്കെ. ഒരു സംശയം, സ്ഥാപനമുണ്ട്. ചോദിച്ചോളൂ. ഈ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഓപ്പണിങ്സിന് ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ചിലത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതെന്ന് വെച്ചാല് നമ്മുടെ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിടെക്കുകാരനും അപ്ലൈ ചെയ്തു, ഒരു പോളിടെക്നിക്കുകാരനും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ഒക്കെ ഒരു ബിടെക്കുകാരനെ തോൽപ്പിക്കുന്ന രീതിയിൽ ഒരു പോളിടെക്നിക്കുകാരന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്കായിരിക്കുമല്ലോ സെലക്ഷൻ കിട്ടുക. അല്ലാതെ ഡിഗ്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊരു കാരണം മാത്രം ഒരാൾക്ക് ജോലി കിട്ടുക, അതില്ലാത്തത് കൊണ്ട് മാത്രം ഒരാൾക്ക് ജോലി പോവുക, അങ്ങനെയൊന്നുമില്ല. സ്കില്ലുണ്ടോ എന്നുള്ളതാണ് വിഷയം. സ്കില്ലുണ്ടോ ജോലിയുണ്ട്, സ്കില്ലില്ലേ ജോലിയില്ല. ഇപ്പൊ ഒരു ബിടെക്കുകാരനെ തോൽപ്പിക്കുന്ന പോളിടെക്നിക്കുകാരനായാൽ മതി. ഓക്കെ, താങ്ക് യു.
സിപ്പെറ്റ് എന്നൊരു സ്ഥാപനമുണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ഇടയ്ക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് സിപ്പെറ്റ്. അവിടെയൊക്കെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ട്. അവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളൊന്നും ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ്, മോൾഡിംഗ് അതൊക്കെ ആയി ബന്ധപ്പെട്ടതാണ്. കൊച്ചിയിൽ ഒന്നുകൂടി പേര് പറയാമോ സാറേ? CIPET. അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. CIPET 100% പ്ലേസ്മെന്റ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. CIPET. ഒരാൾ ചോദ്യം ചോദിക്കാൻ നോക്കിയല്ലോ. സാറേ VHSCയുടെ സ്കോപ്പുകളൊന്ന് പറഞ്ഞു. +2 കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ഏതെല്ലാം മേഖലയിലേക്ക് പോകാൻ പറ്റുമോ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് ആ മേഖലയിലേക്കൊക്കെ VHSC കഴിഞ്ഞ കുട്ടികൾക്കും പോകാവുന്നതാണ്. അതിന് പുറമെ ഇവർ ഒരു തൊഴിലധിഷ്ഠിത വിഷയം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. VHSCയിൽ 4 രീതിയിലുണ്ട്. നമ്മളിപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് +2 പറഞ്ഞു. VHSCയിൽ പൊതുവെ സയൻസ് 2 എണ്ണമായിട്ടാണ് പറയല്. ഒന്ന് ബയോളജി ഉള്ളത്, ഒന്ന് ബയോളജി ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ. ദെൻ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ദെൻ ഒരു തൊഴിലധിഷ്ഠിത വിഷയം അവിടെ പഠിക്കുന്നുണ്ട്. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. അവിടെയും 6 പേപ്പറാണ് വരുന്നത്. തൊഴിലധിഷ്ഠിതമായ ഒരു വിഷയം പഠിക്കുന്നത് കൊണ്ട് അവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. ദെൻ അവിടെ സയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ എന്തുണ്ട്, ഈ പറയുന്ന വൊക്കേഷൻ ഉണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തൊഴിലധിഷ്ഠിതമാണ്. മാത്രമല്ല ഇത് കഴിയുന്ന ആൾക്കാർക്ക് പല പല കോഴ്സുകളിലും സീറ്റ് റിസർവേഷനും ഉണ്ട്. ഇപ്പം VHSC സയൻസിന്റെ കൂടെ ഒരാൾ നഴ്സിംഗ് പഠിച്ചു, VHSC സയൻസിന്റെ കൂടെ ഒരാൾ അഗ്രികൾച്ചർ പഠിച്ചു. അത്തരം ആൾക്കാർക്കൊക്കെ BSc അഗ്രികൾച്ചർ, BSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾ പോകുന്ന സമയത്ത് സീറ്റ് സംവരണം ഉൾപ്പെടെയുണ്ട്. അതുപോലെ തന്നെ ചില ഗവൺമെന്റ് പോസ്റ്റിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ VHSCയിൽ ചില വിഷയങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാർ. പക്ഷേ പൊതുവെ ആൾക്കാർ VHSC പ്രിഫർ ചെയ്യാറില്ല. നല്ല മാർക്കുള്ള ആൾക്കാർ, കഴിവുള്ള ആൾക്കാരൊക്കെ ഹയർ സെക്കൻഡറിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ മാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട്, കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് VHSC ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന കുട്ടികളുടെ റേഞ്ച്, കഴിവ് കുറച്ച് കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അല്ലാത്ത അർത്ഥത്തിൽ ഒരു ലിമിറ്റേഷനും പരിമിതിയും ഈ VHSCക്കില്ല. ഇനി ഒരാൾ സയൻസ് എടുക്കാൻ വിചാരിച്ചു, നല്ലൊരു ഗവൺമെന്റ് സ്കൂളിൽ അല്ലെങ്കിൽ നല്ലൊരു എയ്ഡഡ് സ്കൂളിൽ +2 കിട്ടിയില്ല എന്ന് വിചാരിക്കുക, +1. ഈ കുട്ടിക്ക് സമീപത്ത് സ്കൂൾ ഉണ്ടാവും, ഗവൺമെന്റ് എയ്ഡഡ് VHSC. അവിടെ പോയിട്ട് സയൻസ് പഠിച്ചാൽ മതി. +2 സയൻസ് പഠിച്ച് പോകുന്ന എല്ലായിടത്തേക്കും VHSCയിൽ +2 കഴിഞ്ഞിട്ടും പോവാം. ഓക്കെ, താങ്ക്സ്. ഹലോ യെസ്. സാറേ, ഈ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നതുവരെ അഡ്മിഷൻ മറ്റേ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാണോ? അങ്ങനെയാണത്? അത് നിങ്ങൾ റീവാലുവേഷൻ കൊടുത്താൽ അത് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റത്തിൽ മാറും. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങളുടെ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ അപ്പൊ അതിന് മുമ്പ് തന്നെ കൊടുക്കണം? ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ കൊടുത്തിടണോ? അപ്പൊ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ നിങ്ങൾ അഥവാ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലോ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്ലിക്കേഷൻ സാധാരണ രീതിയിൽ കൊടുത്തോളൂ, നോ പ്രോബ്ലം. ചേഞ്ച് ചേഞ്ച് വന്നാൽ അതിന്റെ റിസൾട്ട് ചേഞ്ച് ഓട്ടോമാറ്റിക്കായി സിസ്റ്റത്തിൽ വരും. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് റീവാലുവേഷൻ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്ലാസ് ഉണ്ടോ? എങ്ങനെ? ഓൺലൈനിൽ ഇതേപോലെ കരിയർ ഗൈഡൻസ് ക്ലാസ് നടക്കാറുണ്ടോ? എല്ലാ ഞായറാഴ്ചയും നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം VHSCയെ കുറിച്ച് മാത്രമായിരുന്നു. അതിന്റെ ബാക്കിലെ ആഴ്ച +1 +2 സബ്ജക്ട് കോമ്പിനേഷൻ മാത്രമായിരുന്നു. ഇന്ന് ഏകജാലകം മാത്രമാണ്. ഇതേപോലെ അടുത്ത ഞായറാഴ്ചയും ഉണ്ടാവും. ഇതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടോ റെക്കോർഡഡ് ആയിട്ട്? അത് നിങ്ങൾക്ക് സിജിയുടെ വെബ്സൈറ്റിൽ പോയാൽ റൈറ്റപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിജിയുടെ യൂട്യൂബിൽ നോക്കിയാൽ ഇത്തരം വീഡിയോസ് ഒക്കെ കിട്ടും. CIGI.org ആണ് വെബ്സൈറ്റ്. നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ CGCareer.com എന്ന സൈറ്റ് സന്ദർശിച്ചാൽ മതി. CIGICareer.com. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ. CBSEക്കാർക്ക് എന്തൊക്കെ പ്രൂഫ് വേണം? ഏതാണ്?
CBSE-കാർക്ക് എന്തൊക്കെ പ്രൂഫ് വേണം? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. CBSE-കാർക്ക് എന്തൊക്കെ പ്രൂഫ് വേണം? എന്തൊക്കെ ഗ്രൂപ്പ് വേണം എന്ന് ചോദിച്ചാൽ പ്രൂഫ് ഗ്രൂപ്പാ നിങ്ങൾ പറയുന്നത്? സാറേ പ്രൂഫ് പ്രൂഫ് എന്നാണ് പറയുന്നത്, തെളിവ്. അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവേണ്ടത് ഒന്ന് മാർക്ക് ലിസ്റ്റ് ആണ്. അത് മിക്കവാറും നെറ്റ് കോപ്പി ആയിരിക്കും ഉണ്ടാവുക, അത് മതിയാവും. അന്നത്തേക്ക് ഒറിജിനൽ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ TC ഒറിജിനൽ വേണം. ഓക്കെ, അതിന്റെ കൂടെ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, CC കോണ്ടാക്ട്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾ ആധാർ നല്ലതാണ് കൂടെ വേണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഏതെല്ലാം ബോണസ് പോയിന്റ് നിങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഒക്കെ കോപ്പികൾ, ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പിയും വേണം അഡ്മിഷൻ സമയത്ത്. സാറേ അവര് NCC ചോദിച്ചത് ആണെങ്കിൽ NCC, CBSE അതുകൊണ്ട് CBSE ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി പറയുന്നില്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വെക്കണം. ചില CBSE സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി പറയുന്നില്ലെങ്കിൽ, കമ്മ്യൂണിറ്റി മാർക്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവശ്യമല്ല. ഓക്കെ, സോ മാർക്ക് ലിസ്റ്റ്, TC, CC, ആധാർ, പിന്നെ നിങ്ങൾ അവകാശപ്പെടുന്ന ബോണസ് പോയിന്റിന് സാധ്യതയുള്ള എല്ലാറ്റിൻ്റെയും ബോണസ് പോയിന്റ് അല്ലാതെ നിങ്ങൾക്ക് ടാലി ബ്രേക്ക് വന്നാൽ പരിഗണിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, അതിൻ്റെയും ഒറിജിനൽ വേണം. ഫോർ എക്സാമ്പിൾ സ്കൂൾ തലത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവും, ക്ലബ്ബ്, അതൊന്നും ബോണസ് പോയിന്റ് ആയിട്ടില്ല, പക്ഷെ നിങ്ങൾ ടൈ ബ്രേക്കറിൽ വന്നാൽ അതൊക്കെ പരിഗണിക്കും. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? സാറ് പറഞ്ഞല്ലോ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താന്ന്. ആ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് ഏകദേശം ഏത് സ്കൂളാ കിട്ടാൻ സാധ്യത ഉള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ? അത് ആ ട്രയലിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്താണോ വന്നത് അതിൽ വലിയ മാറ്റങ്ങൾ സാധാരണ ഒറിജിനൽ അലോട്ട്മെന്റിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഏകദേശം പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ സാർ. സാറേ, ഈ മാർക്ക് ലിസ്റ്റില് ഗ്രേസ് മാർക്ക് അവോർഡഡ് എന്ന് കാണിച്ച പിന്നെ അഡ്മിഷന്റെ ടൈമിൽ വീണ്ടും അത് പരിഗണിക്കുമോ? ഇല്ല 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 ഇല്ല, അത് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ തന്നെ കഴിയില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും? യാസീൻ, സോറി നബീൽ, ചാറ്റ് ബോക്സിൽ ക്വസ്റ്റൻ ഒന്നും ഇല്ലല്ലോ? ചാറ്റ് ബോക്സില് സാറേ സാറേ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഷാസിയ ചോദിച്ചോളൂ, ചോദിക്കുകയാണെങ്കിൽ. സാറേ ഇന്നത്തെ സെഷനിലെ അഡ്മിഷനെ കുറിച്ച് പറഞ്ഞ വീഡിയോ അതിന്റെ യൂട്യൂബ് നമുക്ക് കാണാൻ എന്താണ് സാറേ മാർഗം? ഒന്നുകൂടി ഈ സെഷൻ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി. സിജിയുടെ സൈറ്റിൽ കയറിയാൽ ഇത് കിട്ടുമോ നബീൽ? അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഇൻഫോ ഗ്രൂപ്പുകളിൽ തന്നെ പോകണം? എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യല്? കരിയർ ഇൻഫോ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു കരിയർ ഇൻഫോ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? സിജി കരിയർ ഇൻഫോ ഗ്രൂപ്പുകളുണ്ട്. സിജിക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഏതെങ്കിലും ജോയിൻ ചെയ്താൽ ഈ രീതിയിലുള്ള ജോയിൻ ആണ്. ഓക്കെ ഓക്കെ, അതിൽ ഷെയർ ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ. യെസ് സാറേ, ആ CBSE ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റിനെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ICSE CBSE കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ എന്നാണ് ആ കുട്ടി ചോദിച്ച ചോദ്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. CBSE-കാർക്ക് മൈഗ്രേഷൻ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. അതേഴ്സ് എന്ന് പറഞ്ഞാൽ CBSE ICSE അല്ലാത്തതല്ലേ? അഫിഡവിറ്റ് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അതായിരിക്കും ആ കുട്ടി ഉദ്ദേശിച്ചത്. ഇല്ല, അങ്ങനത്തെ ഒരു വിഷയം ഇപ്പൊ അല്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ അതേഴ്സ് എന്ന് പറഞ്ഞാൽ CBSE അല്ല, സ്റ്റേറ്റും അല്ല, ICSE അല്ല, ടെക്നിക്കലും അല്ല, അല്ലാത്തതാണല്ലോ നമ്മൾ പൊതുവെ അതേഴ്സ് എന്ന് പറയാം. കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്
10th കഴിഞ്ഞ ആൾക്കാർ. അവരാണെങ്കിൽ ഈ പറയുന്ന 3 സർട്ടിഫിക്കറ്റ് വേണം. ഒന്ന് അവരുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അഡ്മിഷൻ സമയത്ത് മാത്രം പോരാ, അപ്ലിക്കേഷൻ സമയത്ത് തന്നെ വേണം. 2 മൈഗ്രേഷൻ. ഓക്കെ, താങ്ക് യു സാർ. അതാണ് ആ കുട്ടിയുടെ സംശയം. അത് അഡ്മിഷൻ നേരത്തെ ഞാൻ മനസ്സിലാക്കിയത് അഡ്മിഷൻ സമയത്ത് എന്നാണ്. അപ്ലിക്കേഷൻ സമയത്ത് തന്നെ വേണം. ഈ പറയുന്ന സ്റ്റേറ്റ്, കേരള അല്ലെങ്കിൽ CBSE, ICSE ഒന്നും അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഒന്നുമേ അപ്ലോഡ് ചെയ്യാനില്ല. അപ്ലൈ ചെയ്യാൻ സമയത്ത് സിമ്പിൾ പ്രോസസ്സാണ്. താങ്ക് യു സർ. പിന്നെ ഒരൊറ്റ കാര്യം പ്രധാനപ്പെട്ടതാണ്, പ്രോസ്പെക്ടസ് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. വലിയ മാറ്റങ്ങൾ സാധാരണ ഉണ്ടാവാറുമില്ല. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രോസ്പെക്ടസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് മക്കൾ പഠിച്ച സ്കൂളിലെ ഒരു പ്രോഗ്രാം ഉണ്ടാവും, ആ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, 9:30-10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിൽ പങ്കെടുക്കാൻ പറ്റും. അവിടുന്ന് ഈ രീതിയിലുള്ള ഒരു സെഷൻ ഓഫ്ലൈനിൽ കിട്ടുന്നതായിരിക്കും. ഏതെങ്കിലും കുട്ടികൾ പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി ഇല്ലെങ്കിൽ സമീപത്ത് എവിടെയാണോ ഹയർ സെക്കൻഡറി ഉള്ളത് അവിടെ പോയാൽ മതി. 20-ാം തീയതി രാവിലെ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുട്ടികളുടെ താല്പര്യം തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, കഴിവും കൂടെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. 10ാം ക്ലാസ്സിലെ A+ മാത്രമല്ല കഴിവ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഒരാൾക്ക് കഴിവിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട്. അതിനെ പൊതുവെ ഡാറ്റ് എന്നാണ് പറയാ, ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷ. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച CIGI സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിന് CDAT എന്നാണ് പറയാ. cgcareer.com എന്ന സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് കിട്ടും. വെള്ളി ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ആ ടെസ്റ്റ് ഉണ്ട്. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അടിസ്ഥാനത്തിൽ ഫേസ് ടു ഫേസ് പാരന്റ് സഹിതം ഒരു കൗൺസിലിംഗ് ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ദിവസം, ഇഷ്ടപ്പെട്ട സമയവും ഒക്കെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനാണ് കൗൺസിലിംഗ്. ഇഷ്ടപ്പെട്ട ദിവസം നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ടെസ്റ്റ് ദിവസവും സെലക്ട് ചെയ്യാവുന്നതാണ്. കൗൺസിലിംഗ് നിങ്ങൾക്ക് നേരിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഓഫീസിലോ മലപ്പുറം ഓഫീസിലോ പോയാൽ മതി, അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിംഗ്. ഓക്കെ, അവസാനിപ്പിക്കുകയാണ്. നബീൽ ഭായ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ടോക്കില് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്താണ്. മാത്രമല്ല, നമ്മളെ സിജി നടത്തുന്ന 10ാം ക്ലാസ്സിന് ശേഷമുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് സിജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച, അതായത് 19 മെയ് ചൊവ്വാഴ്ച രാവിലെ 9:30 നടക്കുന്നുണ്ട്. ഞാൻ കമന്റ് സെക്ഷനിൽ അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.